കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും സ്ലാബ് തകർന്നു വീണിരിക്കുകയാണ്. അത് തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇങ്ങനെയുള്ള കുറെ കെട്ടിടങ്ങളും കുറെ കാലപ്പഴക്കം ചെന്ന് പലതും അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടായെന്ന് അവിടെ നിന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഈ ദുരന്തമുണ്ടായ ദിവസം തന്നെ പലരും പറയുന്നത് കേട്ടിരുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? അക്ഷയ, തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. കെട്ടിടങ്ങളുടെ പഴക്കവും സുരക്ഷയും വലിയ ചോദ്യചിഹ്നമായി മാറുക തന്നെയാണ്. വലിയങ്ങാടിയിൽ വാടിയിൽ ലൈൻ എന്നാണ് പറയുക. അതായത് പ്രധാന വ്യാപാര കേന്ദ്രത്തിൻ്റെ അരികിൽ തന്നെയുള്ള വാടിയിൽ ലൈനിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഇരുമ്പ് സ്ലാബാണ് താഴ്ഭാഗത്തേക്ക് തകർന്നു വീണത്. അത് താഴെയുള്ള ഹോസ്പിറ്റൽസുകൾക്കിടയിലേക്കാണ് വീണത്. അങ്ങനെ അതും കൂടെ തകർന്ന് ഒരുമിച്ച് താഴ്ഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണിത്. 30-ലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. ഒപ്പം ഈ താഴ്ഭാഗത്തു കൂടി നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ആർക്കും ഏതായാലും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം, മഹാഭാഗ്യം എന്ന് പറയുന്നതും. ഇതിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ, കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ തൊഴിലാളികൾ തന്നെ ചേർന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇതിപ്പോൾ തുടർ ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന അപകടങ്ങളാണല്ലോ. വെല്ലിങ്ങാടി എന്ന് പറഞ്ഞാൽ ഗോഡൗണുകളധികം. അതിന് റിപ്പയറിന് ഇത് കൊടുക്കാമെന്ന് കോർപ്പറേഷൻ അതിൻ്റെ ഇത് ശ്രദ്ധിച്ച് അതിൻ്റെ വിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നുള്ളൂ. അല്ല പൊളിക്കാൻ നിന്നാൽ നടക്കുന്ന കാര്യമല്ല. വെല്ലിങ്ങാടിൽ ഗോഡൗണാണ് അധികവും. കൃത്യം എത്ര മണിക്ക് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? ഇതൊരു 10-10:30. താഴെ ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷയായില്ല. ഇല്ലാത്തതുകൊണ്ട് രക്ഷയായി. ഇതാവും അപ്പോൾ ബിൽഡിങ് പരിശോധിച്ച് അതിൻ്റെ വിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. റിപ്പയർ ആക്കേണ്ടെങ്കിൽ റിപ്പയർ ആക്കാൻ പറയാം. ഇപ്പോൾ ഈ കെട്ടിടത്തിന് എത്ര പഴക്കമുണ്ട്? പഴക്കമുണ്ടെന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ട്. നമ്മളൊക്കെ വന്നൊരു 10 കൊല്ലമായില്ലേ. അതിൽ കൂടുതൽ സമയമുണ്ട്. എത്ര മണിയോടെ ഈ സംഭവം ഉണ്ടാകുന്നത്? സമയം ഒരു 11 മണിയായിക്കാം. താഴെയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷയില്ല. ഇവന് ചാക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പുറത്തൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വീട്. ഇത് ഒരു UAK എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, അതിൽ ഗോഡൗണാണ്. അപ്പോൾ മുളക് ചാക്ക് എടുത്ത് പുറത്ത് വെച്ചതാണ്. പിന്നെ പുറത്തൊക്കെ അങ്ങോട്ട് പോയി തിരിച്ചു. മുകളിലെ ഇതര സംസ്ഥാനക്കാരും താഴെ ഗോഡൗണാണോ? അതെ അതെ, മേലെ താമസിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ സ്ലേവ് കുറേ കാലം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. സാധാരണ സൺസൈഡ് ഇങ്ങനെ അല്ല ഉണ്ടാവില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുന്ന കുറേ കാലമായി. അപ്പോൾ ആ കിടക്കുന്നതാണ് കുത്തനെ വീണത്. മൂപ്പര് ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. വെച്ചാൽ ആൾക്കാർ അന്യ സംസ്ഥാന തൊഴിലിൽ താമസിക്കുന്നത് ജീവന് എന്തായാലും ആർക്കായാലും വരണ്ടല്ലോ. ചാക്ക് എടുക്കുകയായിരുന്നു പറഞ്ഞല്ലോ, തൊട്ടടുത്താണോ വീണത്? അല്ല, ഇതാ ഇത് തുറന്നാൽ കാണാം. ഇത് തുറന്നു കഴിഞ്ഞാൽ കാണാം ഗോഡൗൺ അല്ലേ? അതായത് ഇവിടെ ഒരു ഗോഡൗൺ കൂടിയാണ്. ഗോഡൗണിൻ്റെ തൊട്ട് മുൻപിലായാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ തകർന്നു വീണത്. ആളുകൾ ഉണ്ടായിരുന്ന സമയം കൂടിയാണ്. എന്തായാലും ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ദേഹത്തേക്കല്ല പതിച്ചത് എന്നുള്ളതാണ് വളരെ ആശ്വാസമായ കാര്യം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? അല്ല, ഇത് 2 ഗോഡൗണാണ് ഒരു. അതിൻ്റെ തൊട്ട് മുന്നിലേക്കാണ് വീണത് അല്ലേ? ഇത് ഷീറ്റ് അത് തന്നെയാണ്. മുകളിൽ ഇനിയും വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അടർന്നടർന്ന് നിൽക്കുന്നതാണ്. അതായത് ഇഷ്ടിക, അതിന് മുകളിൽ സിമൻറ്റ് തേച്ചുള്ള ഭിത്തിയാണ് മുകളിലുള്ളത്. ഏത് നേരവും വീഴാൻ സാധ്യത ഉള്ളതാണെന്നതാണ്. ഒന്ന് പൊളിച്ചു നീക്കുക എന്നല്ലാതെ, അതായത് ആ ഭാഗങ്ങൾ ഉടനടി വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കുക എന്നതാണ് ഏറ്റവും സേഫായി ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നതും. വലിയ അപകടം ഉണ്ടായതിനു ശേഷം കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ, ജീവനക്കാരൊക്കെ സ്ഥലത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. വലിയൊരു അപകടം ഒഴിവായില്ലേ? ഒരു അപകടം ഒഴിവായി എന്ന് പറയാം. ഒരു അപകടം, ഒരു കാറ്റ് പരിക്കില്ല. നമ്മളോട് സമാധാനം കിട്ടിയില്ല. ഇവിടെ ഇത് കുറേ കാലമായി. ഇവിടെ പ്രശ്നം തന്നെ ഇവിടെ ഒരുവിധമൊക്കെ ബിൽഡിങ് ഗോഡൗണൊക്കെ ഒരുപാട് വർഷക്കാലില്ല പാക്കേണ്ടതാണ്. ഇതിന് റിപ്പയറൊക്കെ എടുക്കലുണ്ട്. അതിനെക്കൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോണി. ഇതൊരു ഗോഡൗണാണ്, അടിയിൽ വളരെ ഷോപ്പാണ്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമില്ല. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിനും കാലപ്പഴക്കമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾ പറയുന്നു. ആർക്കൊന്നും പറ്റിയിട്ടില്ല. അത് തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് സ്ലാബ് വീണത്. അവർ പോയിട്ട് 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് അതെന്തോ ഭാഗ്യം ഒക്കെ അവിടെയുള്ള ആളുകൾ തന്നെ പറയാൻ നമ്മൾ കേൾക്കുകയാണ്.